സഹകരണ സംഘത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാവും ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ അണിയൂർ ജയകുമാർ 24-നോട് പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന് ഒരു രൂപയും നൽകാനില്ല. ബിജുകുമാറിന് ബാങ്കിൽ 22 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അണിയൂർ ജയകുമാർ പറയുന്നു. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യ വശത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റേത് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ഒരുവിധ ഇതുമില്ല. കഴക്കൂട്ടം പോലീസ് അണിയൂർ ജയകുമാറിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രതീഷ്, ഈ അണിയൂർ ജയകുമാറിനെതിരെ രൂക്ഷമായ വിമർശനം ആത്മഹത്യ ചെയ്തയാളുടെ കുടുംബം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ പോലീസ് നടപടികളും തുടരുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് പ്രതീഷ്? റീജിത്ത്, ബിജുകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അണിയൂർ ജയകുമാറിനെതിരെയും ചെമ്പഴന്തി അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്ന കാര്യം. ജയകുമാറിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തി ബിജുകുമാർ 2.5 ലക്ഷം രൂപ നൽകിയത്. ഈ പണം ആവശ്യപ്പെട്ട മാസങ്ങളായി പുറകെ നടന്നിട്ടും ഇത് നൽകിയില്ല. മാത്രമല്ല, ഈ ബാങ്കിൽ ചിട്ടി പിടിച്ച തുകയിൽ 1,1.5 ലക്ഷത്തിലധികം രൂപ തരാനുണ്ട്. ഇതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. ഇതിൽ മനംനൊന്താണ് ബിജുകുമാർ ജീവൻ ഒടുക്കിയത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് അണിയൂർ ജയകുമാർ. 1 രൂപ പോലും ബിജുകുമാറിന് നൽകാനില്ല എന്നതാണ് അണിയൂർ ജയകുമാറിന്റെ വിശദീകരണം. മാത്രമല്ല, ഈ പല ലോണുകളും ചിട്ടികളും എടുത്ത വകയിൽ 22 ലക്ഷത്തോളം രൂപ ബാങ്കിൽ ബിജുകുമാർ തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ള ഒരു ന്യായീകരണം കൂടിയാണ് ഇപ്പോൾ അണിയൂർ ജയകുമാർ നടത്തുന്നത്. പക്ഷേ കുടുംബം തന്നെ പറയുന്ന കാര്യം, ഈ എടുത്ത ലോണുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കൃത്യമായ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കുടുംബം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജയകുമാർ പറയുന്ന ന്യായീകരണം അല്ലെങ്കിൽ ഈ വിശദീകരണം കുടുംബവും പൂർണ്ണമായും തള്ളുകയാണ്. ഈ സംഭവത്തിൽ നിലവിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് ജയകുമാറിന്റെ വീട്ടിൽ ഈ കഴക്കൂട്ടം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ സഹകരണ വകുപ്പിന്റെയും ഈ അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വലിയ ക്രമക്കേടുകൾ നേരത്തെ മുൻകാലങ്ങളിൽ ഈ ബാങ്കിൽ നടന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൂടി വ്യക്തമാക്കുന്ന കാര്യം. 2018 ശേഷം ഈ സഹകരണ സംഘത്തിൽ ഓഡിറ്റ് നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ, ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണത്തിലും സഹകരണ സംഘത്തിന്റെ അന്വേഷണത്തിലും യാഥാർത്ഥ്യം പുറത്തു വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.